എല്ലാവർക്കും എൻ്റെ സ്നേഹം. കൈൻമാസ്റ്ററിൻ്റെ പാർട്ട് 1 നമ്മൾ കണ്ടതാണ്. അതിൽ 4 ഓപ്ഷൻസ് നമ്മൾ നോക്കിയിരുന്നു. അത് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യമായി ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. എന്നെപ്പോലെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മൊബൈലിൽ എങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം എന്നുള്ള രീതിയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് പാർട്ട് 2ലേക്ക് കടക്കാം. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്ത് ഈ പേജ് വരെ എത്തുന്ന കാര്യങ്ങൾ നമ്മൾ പാർട്ട് 1ൽ നോക്കിയിരുന്നു. മുകളിൽ മീഡിയ എന്ന് കണ്ടല്ലോ, ഇതിലാണ് നമ്മൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോസും ഇമേജസും കിടക്കുന്നത്. അത് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ഓൾ ഇമേജ് അസറ്റ്സ്, വീഡിയോ അസറ്റ്സ്, ഇത് മൂന്നും നമ്മൾ പാർട്ട് 1ൽ നോക്കിയിരുന്നു. അടുത്തത് പെക്സൽസ്, പിക്സാബേ. പെക്സൽസും പിക്സാബേയും ഒരേപോലെയാണ്. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഇമേജസും വീഡിയോസും ഒക്കെ കിടപ്പുണ്ട്. ഞാൻ എൻ്റെ വീഡിയോസിനാണേലും ഷോർട്സിനാണേലും എടുക്കുന്ന ഇമേജസും വീഡിയോസും ഈ 2 എണ്ണത്തിൽ നിന്നാണ് എടുക്കുന്നത്. ഇപ്പം നമുക്കൊരു ട്രാവലുമായി ബന്ധപ്പെട്ടോ കുക്കിങ്ങുമായി ബന്ധപ്പെട്ടോ ആനിമൽസിൻ്റെ, ബേർഡ്സിൻ്റെ നമുക്ക് എന്തെങ്കിലും ഒരു ഇമേജ് എടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസ് എടുക്കണമെങ്കിൽ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. പിക്സാബേ ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ആക്കുന്നു. അവിടെ കുറേ ഇമേജസും വീഡിയോസും വരുന്നു. ലെഫ്റ്റ് സൈഡിൽ ഇമേജ് എന്ന് കിടക്കുന്നുണ്ടല്ലോ, അതേ ക്ലിക്ക് ചെയ്താൽ ഇമേജസ് മാത്രമായിട്ട് നമുക്ക് കിട്ടും. മുകളിൽ വീഡിയോ കിടക്കുന്നുണ്ട്, വീഡിയോ ക്ലിക്ക് ചെയ്താൽ വീഡിയോസ് മാത്രമായിട്ട് വരും. ഏറ്റവും മുകളിൽ സെർച്ച് ബട്ടൺ കണ്ടല്ലോ, അതേ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏത് ടൈപ്പിലുള്ള വീഡിയോസ് വേണോ അതെടുക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ കുക്കിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോസ് വേണമെങ്കിൽ അവിടെ കുക്കിംഗ് കൊടുക്കുന്നു, സെർച്ച് ബട്ടണെ ക്ലിക്ക് ചെയ്യുന്നു. കുക്കിങ്ങുമായി ബന്ധപ്പെട്ട കുറേ വീഡിയോസ് വരുന്നു. വീഡിയോസ് മാത്രം വന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ആണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ. ഇവിടുന്ന് നമുക്ക് ആവശ്യമുള്ള, നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമുള്ള വീഡിയോസ് എടുക്കുകയാണ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി, അതിവിടെ ഡൗൺലോഡ് ആയിക്കോളും. അപ്പോൾ നമ്മളൊരു വീഡിയോ നോക്കുന്നു. ഓക്കെ, ഇവിടെ ഡൗൺലോഡായി. നമുക്കൊരു വീഡിയോ കൂടെ വേണമെന്ന് വെച്ചോ, ആ വീഡിയോ നമ്മളൊന്ന് ജസ്റ്റ് തൊടുക. നമ്മൾ ഒരു വീഡിയോ കൂടെ എടുക്കുകയാണ്, അതും ഡൗൺലോഡായി ഇവിടെ വന്നു. ഇനി നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്ത് കണ്ടിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതിയെങ്കിൽ ആ വീഡിയോ ഒന്ന് പ്രസ് ചെയ്യുക. ആ വീഡിയോ പ്ലേ ബട്ടൺ കണ്ടല്ലോ, അതേ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്ലേ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വീഡിയോ ആണോ എന്ന് നമുക്ക് പ്ലേ ചെയ്ത് നോക്കുക. എന്നിട്ട് അവിടെ പ്ലസ് ബട്ടൺ കണ്ടല്ലോ, ആ പ്ലസ് ബട്ടണെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ആയിക്കോളും. വേണ്ട എങ്കിൽ ക്രോസ് മാർക്ക് ക്ലിക്ക് ചെയ്ത് പോവുക. ഇപ്പോൾ ഡൗൺലോഡ് ആകുകയാണ്. നമുക്കത് വേണം. ആദ്യം കണ്ടല്ലോ എറർ ആയിട്ടാണ് വന്നത്, ആ വീഡിയോ നമുക്ക് കിട്ടിയില്ല. വീണ്ടും പ്ലസ് ബട്ടണെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ വീഡിയോ ഡൗൺലോഡ് ആയിക്കോളും. ആ വീഡിയോ ഇവിടെ വന്നു. ഇനി മുകളിൽ ക്രോസ് മാർക്ക് ഉണ്ടല്ലോ, അതേ ക്ലിക്ക് ചെയ്യുക, ബാക്കിലോട്ട് പോവുക. ഇവിടെ വന്നു. ഇനി നമുക്ക് ഇമേജ് വേണമെന്ന് വെച്ചോ, കുറച്ച് കുക്കിങ്ങുമായി ബന്ധപ്പെട്ട കുറേ ഇമേജസ് വേണമെങ്കിൽ ഇമേജ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇമേജസ് വന്നു. ഇവിടുന്ന് 2 എണ്ണം ജസ്റ്റ് തൊടുക, ഇവിടെ വന്ന് ഡൗൺലോഡ് ആയിക്കോളും. ഇത്രയേ ഉള്ളൂ. ഈ പിക്സാബേയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് വീഡിയോസും ഇമേജസും ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതെന്നാണ് നമ്മളിതുവരെ നോക്കിയത്. ഇനി നമ്മൾ എഡിറ്റിംഗ് പേജിലേക്ക് പോവാണ്. ക്യാൻസലെ ക്ലിക്ക് ചെയ്യുന്നു, ക്രോസ് ബട്ടണെ ക്ലിക്ക് ചെയ്തു, അങ്ങനെ എഡിറ്റിംഗ് പേജിലെത്തി. അപ്പോൾ വീഡിയോയ്ക്ക് നമ്മൾ ലാസ്റ്റിൽ നിന്നല്ലോ എഡിറ്റ് ചെയ്യുന്നത്, ആദ്യം തൊട്ടല്ലേ, ആദ്യത്തേതിലോട്ട് പോകണം. ഇങ്ങനെ തോണ്ടി പോവുകയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ ആ എറർ ആയിട്ട് വന്ന വീഡിയോയുടെ അത് കണ്ടു, അത് സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അത് നമുക്ക് വേണ്ട. ഇനി തോണ്ടി ആദ്യ വീഡിയോയുടെ അവിടെ വരെ എത്തുന്നു. നമ്മൾ ആദ്യം തൊട്ടാണല്ലോ എഡിറ്റ് ചെയ്യാൻ എടുക്കുന്നത്. നമ്മളിപ്പോൾ ആദ്യ വീഡിയോയിൽ എത്തിയത് വിരൽ വെച്ച് ഇങ്ങനെ നീക്കിയാണ്. വേറൊരു മാർഗം കൂടിയുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നുണ്ടല്ലോ, അതിൽ ലാസ്റ്റിൽ നിന്ന് രണ്ടാമത് കിടക്കുന്നത് ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ഫ്രണ്ടിലോട്ട് വരാം. ഏറ്റവും ലാസ്റ്റിലുള്ളത് ബാക്ക് വീഡിയോയിലേക്ക് പോകാനുള്ളതും ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കുറേ വീഡിയോസും ഇമേജസും എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ ആണ് എഡിറ്റ് ചെയ്യണമെങ്കിൽ അതെങ്ങനെയാണ് ഇവിടെ ആഡ് ചെയ്യുന്നതെന്നുള്ളത് പാർട്ട് 1ൽ നമ്മൾ പറഞ്ഞതാണ്. എഡിറ്റ് ചെയ്യുന്ന രീതിയെല്ലാം ഒരുപോലെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം പാൻ ആൻഡ് സൂം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. നമ്മൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ സെലക്ട് ചെയ്തു. അപ്പോൾ എഡിറ്റിംഗ് ഓപ്ഷൻ വന്നു. പാൻ ആൻഡ് സൂം എന്നുണ്ടല്ലോ, അതേ ക്ലിക്ക് ചെയ്യുക. പാൻ ആൻഡ് സൂം എന്ന് വെച്ചാൽ എന്താ, ഒരു വീഡിയോയുടെ ഏതെങ്കിലും ഒരു പാർട്ട് നമുക്ക് വലുതാക്കി കാണണം, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വന്നു. ഇവിടെ ടൊമാറ്റോ ഒരു പ്ലേറ്റിൽ കണ്ടോ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് നമുക്കൊന്ന് വലുതാക്കി കാണണം. അതേ ജസ്റ്റ് ഇങ്ങനെ തൊട്ട് വിരൽ വെച്ചിങ്ങനെ ഒന്ന് വലിച്ചാൽ മതി. എന്നിട്ട് അവിടെ ഈക്വൽ സൈൻ കണ്ടല്ലോ, ഈക്വൽ സൈനെ ക്ലിക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ ആദ്യം തൊട്ട് അവസാനം വരെയും ഇത് ഒരുപോലെ നിന്നോളൂ. ഈക്വൽ സൈനെ ക്ലിക്ക് ചെയ്യുക, ബാക്ക് അടിക്കുക. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം എടുത്ത വീഡിയോ പോലെയാണോ? പ്ലേ ചെയ്തപ്പോൾ കണ്ടോ, ആ തക്കാളിക്ക നല്ല ആ പ്ലേറ്റിൽ നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കുന്നു, വലുതായിട്ടല്ലേ.
അപ്പോൾ നമ്മൾ മീഡിയയ്ക്കുള്ളിലുള്ള കാര്യങ്ങളാണ് കണ്ടത്. മീഡിയയ്ക്കുള്ളിൽ ഇമേജസും വീഡിയോസും കിടപ്പുണ്ട്. അത് എടുത്തുകൊണ്ട് വന്നിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. നമ്മൾ എടുത്ത വീഡിയോസും ഇമേജസും കൂടാണ്ട് നമുക്ക് പുറത്തുനിന്ന് ഏത് ടൈപ്പിലുള്ള വേണോ അതും ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള മാർഗ്ഗവും നമ്മൾ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത നമ്മൾ ലെയർന്ന് കിടക്കുന്നുണ്ടല്ലോ, ലെയറിലോട്ട് കയറുകയാണ്. ലെയറെ ക്ലിക്ക് ചെയ്യുക. ലെയറിൻ്റെ ഓപ്ഷൻസ് ആണ് ഈ 5 എണ്ണം. മീഡിയ, ടെക്സ്റ്റ്, ഹാൻഡ് റൈറ്റിംഗ്, സ്റ്റിക്കേഴ്സ്, എഫക്റ്റ്. അവിടെ മീഡിയ എന്നുണ്ടല്ലോ, നമ്മൾ ആദ്യവും മീഡിയ കണ്ടു. ഈ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോസും ഇമേജസും ഇല്ലേ, അതിനുള്ളിലൊരു ഇമേജോ വീഡിയോ വരണമെങ്കിൽ ഈ ലെയറിലെ മീഡിയ ക്ലിക്ക് ചെയ്യണം. നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ തക്കാളിക്ക് പ്ലേറ്റിലിരിക്കുന്ന ആ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോയ്ക്കുള്ളിൽ ഒരു ഇമേജ് വേണമെങ്കിൽ ഈ മീഡിയയെ ക്ലിക്ക് ചെയ്തിട്ട് വേണം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മീഡിയ ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ പേജ് വന്നു. ഇവിടുന്ന് നമുക്കൊരു ഇമേജോ വീഡിയോയോ എല്ലാം എടുക്കാം. അപ്പം ഞാൻ പിക്സാവേയിൽ നിന്നാണ് എടുക്കുന്നത്. പിക്സാവേ ക്ലിക്ക് ചെയ്തു. അവിടെ സെർച്ച് ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ, കുക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ കുക്കിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇമേജ് നമുക്ക് എടുക്കാം. അപ്പോൾ സെർച്ച് ബട്ടനെ ക്ലിക്ക് ചെയ്യുക. സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കുക്കിംഗ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വീണ്ടും സെർച്ച് ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഇമേജസും വീഡിയോസും നമുക്ക് കുക്കിങ്ങുമായി ബന്ധപ്പെട്ടത് കിട്ടും. എന്നിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത് ഏതാണോ അത് നമുക്ക് എടുക്കാം. അപ്പം ഇതിപ്പം വീഡിയോയും ഇമേജും കൂടെയാണ് കിടക്കുന്നത്. അപ്പം ഇമേജ് മാത്രം മതിയെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇമേജ് എന്ന് കിടക്കുന്നുണ്ടല്ലോ, അതേ ക്ലിക്ക് ചെയ്യാൻ മതി. അപ്പോൾ ഇമേജസ് മാത്രമായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ നമ്മൾ ഒരെണ്ണം ഡൗൺലോഡ് ചെയ്തു, അതിവിടെ വന്നു. നമുക്ക് ഒരെണ്ണം മതി. ഓക്കെ, നമ്മളെടുത്ത് ബാക്ക് അടിക്കുക. നമ്മുടെ എഡിറ്റിംഗ് പേജ് വന്നു. ആ ഇമേജ് ഇപ്പോൾ സെക്കൻഡ് വീഡിയോയുടെ അവിടെയാണ് കിടക്കുന്നത്. കണ്ടോ, ആ റെഡ് ലൈൻ്റെ അപ്പുറത്താണ് സെക്കൻഡ് വീഡിയോയുടെ അവിടെയാണ് ഈ ഇമേജ് കിടക്കുന്നത്. നമുക്ക് ആദ്യ വീഡിയോയിലേക്ക് ഇതിനെ കൊണ്ടുവരണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ആ ഇമേജ് നമ്മളൊന്ന് ടച്ച് ചെയ്യുക. എന്നിട്ട് അതിനെ ഇങ്ങനെ വലിച്ചുകൊണ്ട് ആദ്യ വീഡിയോയുടെ അവിടെ കൊണ്ടുവയ്ക്കുക. ഇപ്പോൾ കണ്ടോ, ആദ്യ വീഡിയോയ്ക്കുള്ളിലായിട്ടാണ് ഈ ഇമേജ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. കണ്ടോ, ആദ്യ വീഡിയോയ്ക്കുള്ളിൽ വന്നു. പക്ഷേ അതെങ്ങനെ വലുതായി കിടക്കുകയാണ്, നമ്മുടെ ആ വീഡിയോ കാണാൻ പറ്റണില്ല. അപ്പോൾ അതിനെ ഒന്ന് ചെറുതാക്കണം. ആ ഇമേജ് ഒന്ന് സെലക്ട് ചെയ്യുക. ആ ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം, സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ, വീഡിയോ ഒന്ന് തൊട്ടാൽ മതി. അപ്പോൾ ഒരു എല്ലാ കളർ കണ്ടല്ലോ. എന്നിട്ട് അതിനെ ഇങ്ങനെ വലിച്ചു നീട്ടി ചെറുതാക്കി, എന്നിട്ട് ഏത് കോർണറിൽ എവിടെയാണോ വെക്കേണ്ടത് നമ്മൾ അത് നോക്കുക. നമുക്ക് എവിടെ കൊണ്ടുവെക്കണം, നമുക്ക് ആ കോർണറിൽ വെക്കണമെങ്കിൽ അവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് അതിൻ്റെ ആ സൈസ് ഒന്ന് കുറച്ചു. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മളൊരു ഈ വീഡിയോയ്ക്കുള്ളിലോ ഒരു ഇമേജിനുള്ളിലോ മറ്റൊരു ഇമേജോ വീഡിയോ വരണമെങ്കിൽ ചെയ്യുന്നത്. ഇവിടെ കുറേ ഓപ്ഷൻസ് കിടപ്പുണ്ട്. ഇൻ അനിമേഷൻ, ഓവറോൾ അനിമേഷൻ, ഔട്ട് അനിമേഷൻ, ക്രോപ്പിംഗ്. ഇതൊക്കെ നമ്മൾ തനിയെ നമ്മൾ ഓരോന്നും എടുത്തിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന്. ഇതൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, നിങ്ങൾ തന്നെ നോക്കുക. ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ഓരോന്നും എടുത്തിട്ട് നോക്കുക. അറിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ ലെയറിലെ ടെക്സ്റ്റ് ഓപ്ഷനാണ് നോക്കുന്നത്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കണം നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേര്. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ചാനലിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിട്ട് കാണിക്കാം. O5 വെച്ചെന്ന് ടൈപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് ഓക്കെ ബട്ടണെ ക്ലിക്ക് ചെയ്യണം. നമുക്ക് ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്താണോ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ ബട്ടണെ ക്ലിക്ക് ചെയ്യുക. അത് ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നു. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ടെക്സ്റ്റ് ഇവിടെ വന്നു. ഇനി നമ്മളത് എവിടെയാണോ വേണ്ടിയത് അത് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നമ്മൾ കൊണ്ടുവയ്ക്കുക. താഴെ അത് കിടക്കുന്നതുണ്ടോ, അത് ഈ സെക്കൻഡ് വീഡിയോയിലോട്ടാണ് കിടക്കുന്നത്. അതിനെ നമുക്കൊന്ന് ടച്ച് ചെയ്തിട്ട് ആദ്യ വീഡിയോയിലേക്ക് കൊണ്ടുവരണം. ആദ്യ വീഡിയോയിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. അടുത്തത് ലെയറിലെ സ്റ്റിക്കർ എന്ന ഓപ്ഷൻ കണ്ടല്ലോ, അതേ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറേ സ്റ്റിക്കേഴ്സ് വരും. നമ്മുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഏതാണോ അത് നമ്മൾ നോക്കുക. ഇപ്പം നമ്മൾ കുക്കിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോ അല്ലേ നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും സ്റ്റിക്കർ ഉണ്ടോ നോക്കാം. അപ്പോൾ കുക്കിംഗ് ഐക്കൺസ് കണ്ടു, അതേ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ കുറേ ഇമേജ് ഇവിടെ വന്നു. ഇതിലേതാണോ നമുക്ക് വേണ്ടിയത് അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. നമ്മുടെ വീഡിയോയിൽ അത് ആഡ് ആയിക്കോളും. നമ്മുടെ വീഡിയോയിലേക്ക് അത് വന്നു. ഒരു സ്റ്റിക്കർ മാത്രമല്ല, എത്ര സ്റ്റിക്കേഴ്സ് വേണമെങ്കിലും നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ കുറേ സ്റ്റിക്കേഴ്സ് കിടപ്പുണ്ട് കേട്ടോ. കുക്കിംഗ് ഐക്കണിൽ താഴോട്ട് നോക്കുമ്പോൾ കുറേ കിടപ്പുണ്ട്. ഏതാണോ നമുക്ക് വേണ്ടിയത് അതെടുക്കാം. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ഇത് വലുതായിട്ട് കിടക്കാൻ അതിനെ ചെറുതാക്കിയതിന് ശേഷം നമുക്ക് എവിടെയാണോ അതിനെ ഒന്ന് ഉറപ്പിക്കേണ്ടത് അത് അവിടെ കൊണ്ടുവന്ന് അതിനെ ഉറപ്പിച്ച് വെക്കുക. ഇനി താഴോട്ടൊന്ന് നോക്കി, ആ സ്റ്റിക്കർ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റിലാണ് കിടക്കുന്നത്. ആദ്യം കൊണ്ടുപോകണം. അതിനെ ഒന്ന് ടച്ച് ചെയ്യുക. എന്നിട്ട് ആദ്യം കൊണ്ടുവരിക. അത് ആ വീഡിയോയുടെ എവിടെ വരെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നുണ്ടല്ലേ. അപ്പം നമ്മുടെ ആ വീഡിയോയുടെ ഫുൾ ആ ഒരു സ്റ്റിക്കർ വേണമെങ്കിൽ ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. അതിനെ ഒന്ന് ടച്ച് ചെയ്തിട്ടൊന്ന് ഡ്രാഗ് ചെയ്താൽ മതി. നമ്മുടെ ആ വീഡിയോയ്ക്ക് ഫുള്ളായിട്ടത് വന്നോളൂ. ഇത്രയേ ഉള്ളൂ സ്റ്റിക്കറിലുള്ളത്. സ്റ്റിക്കറെ ക്ലിക്ക് ചെയ്യുക. ഏത് സ്റ്റിക്കറാണോ വേണ്ടിയത് അത് ടച്ച് ചെയ്യുക. എന്നിട്ട് നമ്മുടെ വീഡിയോയിൽ അത് ആഡ് ആയിക്കോളും. അടുത്തത് ലെയറിലെ എഫക്റ്റ്.
എഫക്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സെക്കൻഡ് വീഡിയോയിൽ അത് ആഡ് ചെയ്യാം. സെക്കൻഡ് വീഡിയോ സെലക്ട് ചെയ്യുക. സെക്കൻഡ് വീഡിയോ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ ആ റെഡ് ലൈൻ്റെ അവിടെ എവിടെയെങ്കിലും ആ സെക്കൻഡ് വീഡിയോയുടെ ഏതെങ്കിലും പാർട്ട് അവിടെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് എഫക്റ്റേ ക്ലിക്ക് ചെയ്യുക. എഫക്റ്റേ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ എഫക്റ്റ് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ആ വീഡിയോയിൽ ലെമൺ കണ്ടല്ലോ, 2 ലെമൺ, അതൊന്ന് ഷേക്ക് ചെയ്യുന്ന വേണമെന്ന് വെച്ചോ. അപ്പോൾ ഷേക്ക് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ കണ്ടല്ലോ, അതേ ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. നമ്മൾ സെലക്ട് ചെയ്തു. അത് നമ്മുടെ വീഡിയോയിൽ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അത് വലുതായിട്ട് കിടക്കും. അത് ആ സ്ക്വയർ ഷേപ്പ് കിടക്കുന്നതിൻ്റെ അത്രയും ഇടവും എന്താവും, ഷേക്ക് ആവും. അത്രയും വേണ്ട, നമുക്ക് ലെമൺ മാത്രം മതി. അതിനെ ചെറുതാക്കി ആ ലെമണിൻ്റെ അവിടെ വരെ കൊണ്ടുവെക്കുക. അപ്പോൾ അത് ലെമൺ മാത്രമേ ഷേക്ക് ചെയ്യുള്ളൂ. അങ്ങനെ ഷേക്ക് എഫക്റ്റ് ആ ലെമണിന് മാത്രമേ ഇനിയും കാണുള്ളൂ. നമ്മൾ താഴോട്ട് നോക്കിയേ, താഴെ അത് കിടക്കുന്ന കുറച്ച് പാർട്ടിൽ ആ വീഡിയോയുടെ നമുക്കത് ഡ്രാഗ് ചെയ്ത് ലെഫ്റ്റിലോട്ടും ഡ്രാഗ് ചെയ്ത് റൈറ്റിലോട്ടും ആക്കണം. ആ വീഡിയോ നമുക്ക് ഫുൾ ആ ഷേക്ക് ചെയ്യുന്നത് കാണണം എന്നുണ്ടെങ്കിൽ. അങ്ങനെ അത് വന്നു. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്തപ്പോൾ അത് ഷേക്ക് ചെയ്യുന്നതായിട്ട് കാണാം നമുക്ക് ആ ലെമൺ. നമുക്ക് ഒരു എഫക്റ്റും കൂടെ നോക്കാം. എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. താഴോട്ട് വരുമ്പോൾ ബേസിക് എഫക്റ്റ് എന്ന് പറഞ്ഞൊരെണ്ണം കാണും. ബേസിക് എഫക്റ്റ് അതേ ക്ലിക്ക് ചെയ്യുക. അതെന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ആ വീഡിയോയിൽ ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണിക്കേണ്ട. ഇപ്പം നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ബാക്കിൽ കൂടെ ഒരാൾ പോകുന്നു, ആ ആളുടെ ഫേസ് കാണിക്കേണ്ടായെങ്കിൽ ഈ ബേസിക് എഫക്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ഇവിടെ മിക്സിയുടെ ജാർ ഉണ്ടല്ലോ, അത് അത്ര ക്ലിയർ ആയിട്ട് കാണണ്ട. അത് കാണാൻ പറ്റും, പക്ഷേ വ്യക്തമല്ല നമുക്ക് കാണുമ്പോൾ. അതുപോലെ നമ്മുടെ വീഡിയോയിലും ഇങ്ങനെ ചില പാർട്ട് അത്ര വ്യക്തമായിട്ട് നമുക്ക് കാണിക്കണ്ടായെങ്കിൽ ഇതുപോലുള്ള എഫക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ എഫക്റ്റേ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരുപാട് ടൈപ്പ് എഫക്റ്റ് വരും. ഏതാണോ വേണ്ടി അത് ടച്ച് ചെയ്യുക, അതിവിടെ വന്ന് ആഡ് ആയിക്കോളും. പിന്നെ എവിടെയാണ് വേണ്ടിയെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി അത് വെക്കുക. അടുത്തത് ലെയറിലെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അറിയാം, നമ്മുടെ കൈ കൊണ്ട് അത് വരച്ചെങ്കിലേ അതവിടെ വരികയുള്ളൂ. നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് സെലക്ട് ചെയ്യുക. അതിൻ്റെ ഓപ്ഷൻസ് വന്നു. എല്ലാ ഓപ്ഷൻസും നമ്മൾ പറയുന്നില്ല, ആദ്യത്തെ ഓപ്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായിക്കോളും. ആദ്യത്തെ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറേ ഓപ്ഷൻസ് കിടപ്പുണ്ട്. നമുക്ക് ഏതാണോ വേണ്ടിയത് അത് ടച്ച് ചെയ്യുക. എന്നിട്ട് അതവിടെ വരത്തില്ല, നമ്മളുടെ കൈ കൊണ്ട് അവിടെ വരച്ചെങ്കിലേ അത് വരികയുള്ളൂ. നമ്മൾ വിരൽ കൊണ്ട് എവിടെയാണോ വേണ്ടിയത് അതവിടെ വരയ്ക്കുക. ആ ടൈം പീസിൻ്റെ അവിടെയാണ് നമുക്കൊരു ആരോ മാർക്ക് വേണം, അവിടെ നമ്മൾ വരയ്ക്കുകയാണ്. അവിടെ അത് വന്നു. ഇനി അവിടെ ഒരു ഉള്ളി ഇരിപ്പുണ്ട്, അവിടെ നമുക്കൊരു സർക്കിൾ ചെയ്യണമെങ്കിൽ സർക്കിൾ എടുക്കുക. ആ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് സർക്കിളിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സർക്കിൾ വരില്ല, നമ്മുടെ വിരൽ വെച്ച് നമ്മളവിടെ ഒരു സർക്കിൾ വരച്ചെങ്കിലേ അവിടെ ആ ഉള്ളിയുടെ അവിടെ വരികയുള്ളൂ. എന്നിട്ട് അവിടെ ആ സർക്കിൾ വന്നു. ഇത് ഈ ഹാൻഡ് റൈറ്റിംഗ് യൂസ് ചെയ്യുന്ന നമുക്ക് എന്തെങ്കിലും നമ്മുടെ വീഡിയോയിൽ എടുത്ത് കാണിക്കണോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് ആരോ ചെയ്ത് കാണിക്കണോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് ഈ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് യൂസ് ചെയ്യാം. ലെയറിലെ ഈ 5 ഓപ്ഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. അടുത്ത മെയിൻ പാർട്ടിലേക്ക് പോവുകയാണ്. മിഡിലായിട്ട് കാണുന്നല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. മിഡിൽ ആ ബ്ലാക്ക് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മെയിൻ പാർട്ട് വരും. ഇവിടെ മീഡിയ ലെയർ, ഇത് രണ്ടും നമ്മൾ നോക്കിയതാണ്. മൂന്നാമത്തേത് REC എന്ന് കിടക്കുന്നില്ലേ, REC എന്ന് വെച്ചാൽ എന്താ, റെക്കോർഡ് ചെയ്യുക. ഇപ്പം നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചേക്കാണ്, ഇനി നമ്മുടെ വോയിസ് അവിടെ കൊടുക്കണം അല്ലേ. ആ RECയെ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഒരു വീഡിയോ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്തതിൻ്റെ മിഡിലായിട്ടാണ് നിൽക്കുന്നത്, നമുക്ക് ആദ്യം തൊട്ടാണ് കൊടുക്കേണ്ടത്. അപ്പം വീഡിയോയുടെ ആദ്യ പാർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോയുടെ ആദ്യ ഭാഗത്തേക്ക് നമ്മൾ എത്തി. ഇനിയാണ് നമ്മൾ വോയിസ് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ റെക്കോർഡ് എന്ന് കണ്ടോ, അതേ ക്ലിക്ക് ചെയ്യുക. REC അതേ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ വന്നു. ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ബട്ടൺ കണ്ടല്ലോ, അതേ ക്ലിക്ക് ചെയ്യുന്നിടം തൊട്ടാണ് നമ്മൾ വോയിസ് കൊടുത്തു തുടങ്ങേണ്ടത്. അതേ ക്ലിക്ക് ചെയ്യുക. നമുക്ക് എന്താണോ പറയാനുള്ളത് ഇതിന് പറയുക. ഇപ്പോൾ സ്റ്റാർട്ടേ ക്ലിക്ക് ചെയ്തു. ഇനിയും നമ്മൾ വീഡിയോയ്ക്ക് അനുസരിച്ച് നമ്മളിങ്ങനെ ഡയലോഗ് എന്താണോ നമുക്ക് പറയാനുള്ളത് പറയുക. എപ്പോഴാണോ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടത്, ആ സ്റ്റോപ്പ് എന്ന് കണ്ടല്ലോ, സ്റ്റോപ്പേ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ബ്രേക്ക് ചെയ്ത് പറയാം. വോയിസ് ഓവർ എങ്ങനെ ഒരു വീഡിയോയിൽ കൊടുക്കാം എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഒരുപക്ഷെ നമ്മൾ എടുത്ത വീഡിയോയിൽ വോയിസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ മ്യൂട്ട് ചെയ്യാം എന്നുള്ളത് നമ്മൾ പാർട്ട് 1 നോക്കിയിരുന്നേ. അത് വേണ്ട, നമുക്കിവിടെ ഒന്ന് റെക്കോർഡ് ചെയ്യാനാണെങ്കിൽ റെക്കോർഡെ ക്ലിക്ക് ചെയ്യുക, സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡയലോഗ് തീരുമ്പോൾ സ്റ്റോപ്പേ ക്ലിക്ക് ചെയ്യുക. അടുത്ത ഓപ്ഷനാണ് ഓഡിയോ എന്ന് കണ്ടല്ലോ, ഓഡിയോ ക്ലിക്ക് ചെയ്യുക. ഓഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് വന്നു. എന്ന് വെച്ചാൽ നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു സൗണ്ട് നമുക്ക് ചെറുതായിട്ട് വേണം, നമ്മുടെ ഡയലോഗിനൊക്കെ ബാക്കിലായിട്ട് നിൽക്കത്തക്കണക്ക് ഒരു സൗണ്ട് വേണമെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് തൊടുക. ഇതിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു പ്ലസ് ബട്ടൺ കാണും. പ്ലസ് ബട്ടൺ വന്നു, അതേ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അത് ഓഡിയോ വീഡിയോയിൽ അത് ആഡ് ആയിക്കോളും.
ഇത്രയേ ഉള്ളൂ ഓഡിയോയിലുള്ള കാര്യം. അപ്പോൾ ഓഡിയോ ക്ലിക്ക് ചെയ്യുക, ഓഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓഡിയോയുടെ ഓരോ ഓപ്ഷൻസ് വരും. ഏതാണോ വേണ്ടിയത് അതേ ക്ലിക്ക് ചെയ്യുക. ആ പ്ലസ് ബട്ടൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് തനിയെ ആഡ് ആയിക്കോളും. നമ്മൾ ഇത്രയും എഡിറ്റൊക്കെ ചെയ്ത് വെച്ചു. അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് ഈ വോയിസ് ശരിയല്ല, നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യണമെന്ന്. സ്ക്രീനെ നോക്കിയപ്പോൾ ഡിലീറ്റ് ഓപ്ഷനെ കാണുന്നില്ല. അപ്പോൾ നമുക്ക് ആ വോയിസ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം. ഏത് വോയിസ് ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, ഇമേജ് ആയിക്കോട്ടെ, അതിനെ സെലക്ട് ചെയ്യുക ആദ്യം. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഓപ്ഷൻസ് വരും. മുകളിൽ കണ്ടല്ലോ, അതേ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡിലീറ്റ് ആയിക്കോളും. ഇത്രയേ ഉള്ളൂ. ഡിലീറ്റ് ചെയ്യുക. ഏതാണോ അതേ സെലക്ട് ചെയ്യുക. എന്നിട്ട് റൈറ്റ് സൈഡിൽ അതിൻ്റെ ഓപ്ഷൻസ് വരും. ആ മുകളിലായിട്ട് കാണും ഡിലീറ്റ് എന്ന് പറഞ്ഞ്, ആ ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ പാർട്ട് 2-ൽ ഇത്രയും കാര്യങ്ങളാണ് നോക്കിയത്. ഏതെങ്കിലും ഒരു വീഡിയോയോ ഇമേജോ നമുക്ക് വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്, പിന്നെ ഒരു വീഡിയോ വലുതാക്കി കാണണമെങ്കിൽ, പിന്നെ ഒരു ഇമേജിനോ ഒരു വീഡിയോയ്ക്കുള്ളിലോ ഒരു ഇമേജോ വീഡിയോ വരണമെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളത്, പിന്നെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ, ഏതെങ്കിലും സ്റ്റിക്കർ ആഡ് ചെയ്യണമെങ്കിൽ, എഫക്റ്റ് ആഡ് ചെയ്യുന്നത്, പിന്നെ ആരോ മാർക്കോ സർക്കിളോ ഒക്കെ നമ്മുടെ വീഡിയോയ്ക്കുള്ളിൽ കൊടുക്കണമെന്ന് എങ്ങനെയാണ്, വോയിസ് ഓവർ കൊടുക്കുന്നത്, ഓഡിയോ, പിന്നെ എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. സ്കിപ്പ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടതെങ്കിൽ നമുക്ക് മനസ്സിലായി കാണും. സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം മനസ്സിലായി കാണും എന്നറിയില്ല. കാരണം നമ്മുടെ മുമ്പിൽ സമയമില്ലാതിരിക്കുമ്പോഴായിരിക്കും ഈ വീഡിയോ വരുന്നത്. നമ്മൾ ഓപ്പൺ ആക്കുന്നു, സ്കിപ്പ് ചെയ്ത് കാണുന്നു, ഒന്നും മനസ്സിലാകണം എന്നില്ല. അപ്പോൾ നമ്മളൊരു സമയം കണ്ടെത്തിയിട്ട്, നമ്മളൊരു 15 മിനിറ്റ് കണ്ടെത്തിയിട്ട് ഈ വീഡിയോ പ്ലേ ചെയ്ത് ഒരു എഡിറ്റിംഗ് പഠിക്കാം. നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കി പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കില്ലേ. കൂടെ ലൈക്കും അതോടൊപ്പം ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെയും അറിയിക്കണേ.